എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്റർടൈൻമെന്റ് കിഴി റിയാക്ഷൻ ആണ്. മലൈക്കോട്ടെ വാലിബന്റെ ഒരു മേക്കിംഗ് വീഡിയോ വന്നിട്ടുണ്ട്. നമുക്കൊന്ന് കാണാം. LJP എന്ത് മാജിക് ആണാവോ നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നത്. എന്തായാലും ഒരുപാട് റൂമേഴ്സ് വരുന്നുണ്ട്. സിനിമയിൽ നമ്മുടെ ലാലേട്ടൻ ഡബിൾ റോളിലാണ് എന്നുള്ളതാണ് കേൾക്കുന്നുണ്ട് കേട്ടോ. അതെ, ഇത് എത്രത്തോളം വിശ്വസിക്കാൻ പറ്റുന്നുള്ള അറിഞ്ഞൂടാ. എന്തായാലും പക്ക റൂമേഴ്സ് ആയിട്ട് തന്നെ അവിടെ ഇരിക്കട്ടെ, നമുക്ക് നോക്കാം. അതെ, സിനിമ എന്തായാലും 25-ാം തീയതി വരുമല്ലോ. അതിന് മുന്നേ ട്രെയിലറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അതിൽ നിന്ന് അറിയാൻ പറ്റും. ഈ സംഭവം കുറച്ച് മുൻപേ നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരുപാട് പേര് ഇന്നലെ മെസ്സേജ് അയച്ചു നമുക്ക്. അപ്പോൾ നമുക്ക് മനസ്സിലായി ഇത് ഏതാണ്ട് സ്പ്രെഡായി എന്നുള്ളത്. ഇനിയിപ്പോൾ അത് ഒളിച്ചു വെക്കേണ്ട കാര്യമല്ല. അല്ല, ഒളിച്ചു വെച്ചാലും ഇല്ലെങ്കിൽ ഇത് നമുക്ക് അറിയുന്നൊരു കാര്യമല്ല. അങ്ങനെ പറഞ്ഞ് കേൾക്കുന്നു, അത്രേ ഉള്ളൂ. അതൊന്നും ഉറപ്പിക്കാനും പറ്റില്ല. എന്നാ ചെന്ന് കണ്ടു കഴിഞ്ഞാലേ വിശ്വസിക്കാൻ പറ്റുള്ളൂ സത്യമാണോ അല്ലയോ എന്നൊക്കെ. ഡബിൾ റോളിലാണ്. പിന്നെ ലാലേട്ടൻ ഇതിലേ ഡബിൾ റോള്, ഒന്ന് അച്ഛൻ ഒന്ന് മകൻ, ഈ രീതിയിലാണെന്നുള്ളതാണ് കേൾക്കുന്നത്. ഇപ്പം ഇത് ഒന്നും വിശ്വസിക്കാൻ പറ്റില്ല. കണ്ടു കഴിഞ്ഞാൽ മാത്രമേ വിശ്വസിക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ സലാറിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ ഡബിൾ റോൾ ഉണ്ടെന്ന്. പക്ഷെ അത് നേരെ തിരിഞ്ഞുപോയി. ഡബിൾ റോൾ വന്നത് സത്യം അതേപോലെ ആയിരിക്കും. നമുക്ക് ചെന്ന് കണ്ടു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഉറപ്പിക്കാൻ പറ്റുള്ളൂ. എന്താണെങ്കിലും മേക്കിംഗ് വീഡിയോ കാണാം. ഓക്കെ, എവിടെ എടുക്കട്ടെ കേട്ടോ, വെയിറ്റ് ഒരു മിനിറ്റ്. ഓക്കെ, പുള്ളി ഇരുട്ടാണല്ലോടെ, ഒന്ന് വെളുപ്പിച്ചേക്കാലേ. ഓക്കെ ഓക്കെ, തീർച്ചയായിട്ടും ബലൂൺ ലൈറ്റാണ്. ഫ്രെയിമൊക്കെ ഭീകര ഫ്രെയിമാണ്. ഹായ് മന്തി.
ശരി. ഓക്കേ. അധികം പോണല്ലേ. എന്താണെങ്കിലും ഗംഭീര മേക്കിങ്ങിന്റെ കേട്ടോ, സോങ്ങിന്റെ ആണ്. എന്തായിരുന്നു പുന്നാരക്കാട്ടിലെ സോങ്ങിന്റെ മേക്കിംഗ് വീഡിയോ. നൈറ്റ് തന്നെയാണല്ലേ, രാത്രിയിലാണ്. നമ്മളതിന്റെ റിയാക്ഷൻ ചെയ്ത സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് ആ ഒരു ലോങ് ഷോട്ടൊക്കെ അല്ലേ, ആ സമയത്ത് ഒരു ബ്ലൂയിഷ് കളർ ഗ്രേഡ് വന്നപ്പോൾ പകൽ ഷൂട്ട് ചെയ്തിട്ട് രാത്രിയിലേക്ക് മാറ്റിയതാണെന്നുള്ളത്. പക്ഷെ അല്ല, LJP കാര്യത്തിൽ അപ്പം കുറെ വിശ്വസിക്കാട്ടോ. തീർച്ചയായും രാത്രി എന്ന് പറഞ്ഞാൽ രാത്രി തന്നെ എടുക്കുള്ളൂ. മറ്റേ ഇപ്പോഴും പറയാൻ മറ്റേ എന്തായിരുന്നു ആ സിനിമ ചുരുളിയിലെ സിനിമയിലെ ഒരു ഷോട്ടിന്റെ കാര്യം ഇപ്പോഴും പറയുന്നുണ്ട്. ആ 8 വലയില്ലേ, ഒറിജിനൽ അതിനകത്തുനിന്ന് തന്നെ എടുത്തിട്ടുള്ള ആ ഷോട്ടാണത്. അത് അങ്ങനെ അതിനു വേണ്ടിയിട്ട് തപ്പി നടന്നു എന്ന് പറഞ്ഞത് ചെമ്പൻ വിനോദൊക്കെ പറഞ്ഞാണ് ഒരു ഇന്റർവ്യൂല്. അങ്ങനത്തെ ഒരു സെറ്റ്. അപ്പൊ അങ്ങനത്തെ ഒരാളാണ് ആള്. അതപ്പോ നൈറ്റിൽ എന്തായാലും മാറ്റൂലല്ലോ. നൈറ്റ് തന്നെ എന്താണെങ്കിലും. അല്ല, ഈ ബലൂൺ ലൈറ്റിന്റെ പ്രത്യേകത ആ ഏരിയ മൊത്തം ലൈറ്റ് ഉള്ള പോലെ ശരിക്കും നല്ല നിലാവുള്ള രാത്രി എങ്ങനെയാ അതേ സെറ്റപ്പില്. അതൊരു ഗംഭീര സാധനം കേട്ടോ. ഓക്കെ. എന്താ ഞാൻ കരുതിയെന്നറിയോ, നീ എന്നെ അതും പറഞ്ഞ് വലിച്ചു കീറണം എന്നൊക്കെ ഞാൻ മനസ്സിൽ വിചാരിച്ച, പിന്നെ ഞാൻ അങ്ങ് വേണ്ട പോട്ടെ, പാവല്ലേ. എടാ ഇത് അതിന്റെ തന്ത്രമാണ്. എനിക്കറിയാം. അതായത് ഇപ്പൊ ഈ വീഡിയോ അവരെന്തിനു പുറത്തുവിട്ടത്? വീഡിയോ നിന്റെ വർത്താനം കേട്ടിട്ട് ഞാൻ ആ പറഞ്ഞ ഒരൊറ്റ വാക്കിൽ അത് തെളിയിക്കാൻ വേണ്ടിട്ടാണ് ഇവർ ഈ വീഡിയോ. ഞാൻ നിന്നെ ഒന്നും ചെയ്യണ്ട അല്ലെങ്കിൽ വലിച്ചു കീറണ്ടെന്ന് വിചാരിച്ചോണ്ടിരുന്ന, പക്ഷെ ഈ ഒരു ഒറ്റ വർത്താനം കേട്ട് കഴിയുമ്പോ വലിച്ചു കീറാനാ തോന്നുന്നു. അല്ല, ഇവരൊക്കെ അതിന് കാത്തിരിക്കുമ്പോ നീ കൂടി കൂടിക്കോ. അതെന്തായാലും തീർച്ചയായിട്ടും സംഭവം. അല്ലെങ്കിൽ ഇപ്പൊ ഇതിനൊരു മേക്കിംഗ് വീഡിയോ പുറത്തുവിടേണ്ട കാര്യം എന്താ? ഇത് രാത്രി തന്നെ ഷൂട്ട് ചെയ്തതാണ്. നീയൊക്കെ ഇനി ഇവന്മാര് തോന്നിവാസം ഇരുന്ന് പറയരുതെന്ന് പറയാം, അത് അറിയിക്കാൻ വേണ്ടിട്ട് ഇട്ടതാണ്. അതെനിക്കറിയായിരുന്നു അങ്ങനെ അവര് പുറത്തുവിടുന്നു. അതിനെന്നെ പറഞ്ഞു. അപ്പൊ ഒരു വീഡിയോ വേറെ കിട്ടും നമുക്ക്. അതാണ് അതിനു വേണ്ടി ഞാൻ അന്ന് കളിച്ചൊരു കളിയാണത്. എന്തായാലും രാത്രി തന്നെയാണ് തീരുമാനമായി. അതെനിക്ക് അതിനുശേഷം നമ്മള് അതിനുശേഷം എന്താ റിയാക്ഷന് ശേഷം നമ്മൾ എടുത്ത് കാണുമല്ലോ, അതെനിക്ക് മനസ്സിലായിരുന്നു. ഓക്കെ. എന്തായാലും ഗംഭീരമായൊരു സോങ് ആയിരുന്നു അത്. അതിന്റെ വരികളും കാര്യങ്ങളൊക്കെ ഗംഭീരമായിരുന്നു. ഇതിന്റെ ഒറിജിനൽ വീഡിയോ ആ സോങ് ഇട്ടിട്ടുള്ളതാണ്, നമ്മളത് മാറ്റിയതാട്ടോ. ഒരു പവർ ഇരിക്കട്ടെ എത്തിയിട്ട്. എന്താണെങ്കിലും സോങ്ങിന്റെ കാര്യം പറയുമ്പോഴാണ് ആ സോങ് ഒരു രക്ഷയില്ലാത്ത ഫീൽ തരുന്ന ഒരു സോങ് ആയിരുന്നു കേട്ടോ. അത് വേറെ ഇൻസ്ട്രുമെന്റ്സ് ഒന്നും യൂസ് ചെയ്യാണ്ട് വെറും ഒരു മറ്റേ എന്താ ഹാർമോണിയല്ലേ, ഹാർമോണിയത്തിലാണ് അതിന്റെ ഫുൾ പോകുന്നത്. അതും ഭയങ്കര ഫീൽ. അത് വയലിൻ. ഓക്കെ. അതായത് ഹാർമോണിയം മാത്രം വെച്ചിട്ട് ഇത്ര ഫീലില് ഭയങ്കര ഫീലാണ് ആ സോങ് കേൾക്കുമ്പോ. അത് എന്താ പറയാ, ശരിക്കും ഒരു പഴയ അതേപോലെ പാടിയ ആൾക്കാരുടെ സൗണ്ട് ഭയങ്കര നമുക്ക് ഭയങ്കര രസമായിട്ട് തോന്നിയ സോങ് ആണ്. എന്താണെങ്കിലും മേക്കിംഗ് കൂടെ കണ്ടപ്പം തികഞ്ഞു സന്തോഷം. തീർച്ചയായിട്ടും നമ്മളിങ്ങനെ ചിന്തിച്ചു പോകും, നമുക്ക് ഇതുപോലെയൊക്കെ നടക്കേണ്ടതല്ലേ, മുള്ളും കാലിൽ കൊണ്ട് കൊള്ളരുതല്ലേ. ഞാൻ വിചാരിച്ചു അല്ല കൊണ്ടാ നടക്കൂല, അവിടെ കിടക്കുള്ളൂ. അതായത് ഇങ്ങനെയുള്ള ഏരിയ ഒക്കെ ഭയങ്കര എന്തൊക്കെ റിസ്ക് ഉണ്ട്. കാരണം ഇത് ഒരു ജനവാസമുള്ള ഒരു ഏരിയ ആണെന്ന് തോന്നുന്നില്ല. മറ്റേ ഇവിടെ തന്നെയാണേ, രാജസ്ഥാനിലെ ഒരു ഏരിയ. അതായത് അവിടെ പോയിട്ട് സെറ്റ് ഇട്ടിരിക്കുകയാണ്, ആ വീടൊക്കെ സെറ്റ് ഇട്ടായിരിക്കും. തീർച്ചയായിട്ടും എന്തായാലും ക്ലാസിക് ഫ്രെയിംസുകളുണ്ട് കേട്ടോ ഒരുപാട്. അതിപ്പോ ലാസ്റ്റ് നമ്മൾ പറഞ്ഞ സാധനം ഉണ്ടല്ലോ, അതൊരു രക്ഷയില്ലാത്ത. ലാലേട്ടൻ കാളവണ്ടിയുടെ ബാക്കിൽ നിന്ന് ഇങ്ങനെ പുറത്തിങ്ങനെ വന്നിട്ട് പാട്ട് കേട്ടിട്ടേ ആരടാ ഇവിടെ ഞാനല്ലാണ്ടെന്ന് ലാലേട്ടനെ കൂടെ പാടാനും അതൊരു സത്യം. ഫുഡും പാട്ടും അത് രണ്ടും കൂടെ ചേർന്നാണ് ചെയ്തോളും. പിന്നെ അത് ചേർന്ന് പോകുന്ന സംഭവങ്ങളാണ് ഫുഡും പാട്ടും. എന്താണെങ്കിലും നേരെന്ന് പറഞ്ഞ സിനിമ ഇപ്പം ഭയങ്കര ഹിറ്റായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം മലൈക്കോട്ടെ വാലിബൻ, ഇനി അടുത്ത ലാലേട്ടൻ റിലീസായിട്ട് വരാൻ പോകുന്ന സിനിമ മലൈക്കോട്ടെ വാലിബനാണ്. ജനുവരി 25. അതെ, ജനുവരി 25-ാം തീയതി. പ്രതീക്ഷകൾ ഇങ്ങനെ കൂടി എവിടെ എത്തിയിരിക്കുന്നത് ഇപ്പം നമുക്ക് പോലും അറിയില്ല. കാരണം നമ്മൾ ആദ്യം തുടക്കത്തിൽ പറഞ്ഞില്ലേ, അതായത് 2 ക്യാരക്ടറാണ്, അച്ഛനും മകനുമായിട്ടാണ് എന്നുള്ളത്. അതിന്റെ കൂടെ നമ്മൾ വേറെ കുറച്ച് കാര്യങ്ങളും കേട്ടിട്ടുണ്ട്, അത് നമ്മളിവിടെ പറയുന്നില്ല. അതെവിടെയും വേറെ എവിടെയും കേട്ടിട്ടില്ല. അപ്പൊ അതുകൊണ്ട് അവിടെ വെച്ചിരിക്കുകയാണ്. പുറത്തെത്തിയിട്ട് നമുക്ക് പറയാം. പിന്നെ പിടിച്ചു വെച്ചിട്ട് നമ്മളെന്നും അങ്ങനെ തന്നെയാണ്. കുറച്ച് പേര് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അത് സൂക്ഷിച്ചു വെച്ചിട്ട് കാര്യമൊന്നുമില്ല. അത് ബാധിക്കുകയും പിന്നെ കുറെ കാര്യങ്ങൾ നമ്മൾ വേണ്ട അറിയണ്ട എന്നുള്ള രീതിയിലാണ്. സത്യം, ചില സംഭവങ്ങൾ നേരത്തെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ സിനിമയെ ഭയങ്കരമായിട്ട് ബാധിക്കും. എന്താണെങ്കിലും ഇനി വരാൻ പോകുന്ന ട്രെയിലറും ഒരു ടീസറും കൂടി ഉണ്ടാവാൻ ചാൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അത് 2 വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗിലാണ്. അപ്പോൾ നമുക്ക് എന്തായാലും കാത്തിരിക്കാം, വരട്ടെ.
ഇപ്പം എന്തായാലും ഞങ്ങൾ പോവാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ വരാം. ബൈ. ടീസർ എക്സ്ട്രാ കഴിഞ്ഞിട്ട് തീർച്ചയായിട്ടും അത് വരും. ഞാൻ ഇന്നലെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അല്ല നീ മാത്രമായിട്ട് ഇന്ന് തള്ളിയിട്ടല്ലോ, ഞാനും കൂടെ തള്ളാം.